മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡ്. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ഇപ്പോൾ പ്രസിദ്ധനായ സംഘപരിവാര ശക്തികൾക്കെതിരെ ആശയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ദലിത് സമൂഹത്തിൽപ്പെട്ട ഡോക്ടർ TS ശ്യാംകുമാറിനെ കായികമായി ആക്രമിക്കുന്നതിന് വേണ്ടി നേരത്തെ മധുരയിൽ CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ മധുരയിൽ ഒരു സെമിനാറിൽ പങ്കെടുത്ത് തിരിച്ചു മടങ്ങവേ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് പോയി ഭീഷണിപ്പെടുത്തി കാലുവെട്ടും കൊന്നുകളയും എന്നുള്ള ഭീഷണിയൊക്കെ പെടുത്തി സംഭവവും ഈ കാലയളവിനുള്ളിൽ ഉണ്ടായി. ഇതിനെതിരെ ഒരു പ്രതിഷേധം CPM നടത്തുകയുണ്ടായി. CPM അല്ല നടത്തിയത്. അവിടെയാണ് ഈ വീഡിയോയുടെ യുക്തിഭദ്രത ഞാൻ കാണുന്നത്. ഈ ശ്യാംകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ദലിത് സമൂഹത്തിൻ്റെ മാത്രം അട്ടിപ്പേറവകാശമുള്ള ഒരാളല്ല. തീർച്ചയായിട്ടും അദ്ദേഹം മതനിരപേക്ഷ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. കേവലം ഒരു ദലിതൻ ആയതുകൊണ്ടല്ല ശ്യാംകുമാറിനെ ആക്രമിക്കാൻ ഈ സംഘപരിവാര ശക്തികൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം, തത്വചിന്തകൻ, ഇങ്ങനെ ഈ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ദലിതനായ ഒരു സ്കോളറാണ് ഡോക്ടർ TS ശ്യാംകുമാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വാളോങ്ങി ഈ സംഘപരിവാര ശക്തികൾ മുന്നോട്ട് വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അവരെ പ്രകോപിപ്പിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എഴുത്തും തത്വചിന്തയുമൊക്കെയാണ്. അല്ലാതെ അദ്ദേഹം ദലിതനായതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇതിനെതിരായിട്ട് മെനഞ്ഞാന്ന് ഹരിപ്പാട്ട് വിയപുരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് PKS, അതായത് പട്ടികജാതി ക്ഷേമ സമിതി, അതിനെ ആ വിഭാഗത്തിൽപ്പെട്ട വിരുദ്ധ ചിന്താഗതിക്കാർ തന്നെ പശകലക്കി സഖാക്കളെന്നാണ് വിളിക്കുന്നത്. അത് അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു വിഷമവുമുണ്ട്. പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. എന്നും പോസ്റ്റർ ഒട്ടിക്കാനും വാശിയോടെ പാർട്ടി ഓഫീസിൽ നിന്ന് 5 പോസ്റ്റർ പോരെ 10 പോസ്റ്റർ വേണം എന്ന് വാശി പിടിച്ച് പോസ്റ്റർ വാങ്ങി എണ്ണിക്കൊണ്ട് പോകുന്ന ആളുകളാണ് പാവപ്പെട്ട ദലിത് ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ആ PKS-ൻ്റെ രൂപീകരണം തന്നെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വർഗവീക്ഷണത്തിനെതിരാണ്. ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വർഗപരമായ കാഴ്ചപ്പാടുകളിലൂടെ അല്ലാതെ വർഗീയമായ കാഴ്ചപ്പാടുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ CPM മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് പിരിച്ചുവിടുക തന്നെ വേണ്ട ഒരു സംഘടന. അപ്പോൾ അവിടെ വിയപുരത്ത് നടത്തിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ PKS ആണ്, പട്ടികജാതി ക്ഷേമ സമിതി. അതിൽ സംസാരിച്ചതാകട്ടെ PKS-ൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള K. രാഘവൻ, ചാരുമൂട് ഉള്ള നേതാവാണ്. അദ്ദേഹവും ദലിതനാണ്. അപ്പോൾ ദലിതനെ പ്രതിരോധിക്കാൻ ദലിതനെ തന്നെ ഇറക്കി വിടുന്ന സമ്പ്രദായം, അതിനെ മാന്യമായ ഭാഷയിൽ അത്രേ പറയാൻ പറ്റൂ. ആ താർക്കിക ബുദ്ധി ഈ ഇന്നത്തെ അഭിനവ മാർക്സിസ്റ്റുകാർക്കല്ലാതെ ആർക്ക് തോന്നും? എന്തായാലും അത് അവിടെ ആലോചിച്ച് ചെയ്തൊരു കാര്യമായിരിക്കില്ല. ജില്ലാ കേന്ദ്രത്തിലെങ്കിലും ആലോചിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ സാഹിത്യ നഭോമണ്ഡലത്തിൽ ഇങ്ങനെ പ്രകാശിച്ച് ജ്വലിച്ചു നിൽക്കുന്ന ശ്യാംകുമാറിനെ പ്രതിരോധിക്കാൻ പട്ടികജാതി സമൂഹം അല്ലെങ്കിൽ പട്ടികജാതി ക്ഷേമസമിതിയും അതിൻ്റെ പട്ടികജാതി നേതാക്കന്മാരും മാത്രം മതിയോ? അവർക്ക് മാത്രമേ ബാധ്യതയുള്ളോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അവിടെ സംസാരിക്കേണ്ടത്
അവിടെ പ്രതിഷേധത്തിൻ്റെ ബാനർ ഉയർത്തേണ്ടത് PKS അല്ല, മറിച്ച് പൂക്കാസായാണ്. പുരോഗമന കലാസാഹിത്യ സംഘമാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, ഗ്രന്ഥകാരനാണ്, പ്രഭാഷകനാണ്, തത്വചിന്തകനാണ്. ആ നിലയ്ക്ക് അവിടെ പ്രതിഷേധത്തിൻ്റെ ബാനർ ഉയർത്തേണ്ടത് പുരോഗമന കലാസാഹിത്യ സംഘമാണ്. അതിൻ്റെ നേതാക്കളായിട്ടുള്ള അശോകൻ ചെരുവിലും പ്രൊഫസർ MM നാരായണനുമാണ് അവിടെ പ്രഭാഷണം നടത്തേണ്ടത്. പ്രൊഫസർ MM നാരായണൻ വളരെ വിപ്ലവബോധമുള്ള ഒരു സാംസ്കാരിക നായകനാണ്. അദ്ദേഹം പങ്കെടുത്തൊരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം ഇന്ന് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് നീക്കിക്കളഞ്ഞതാണ്. അദ്ദേഹമാണ് ഞാൻ കേൾക്കുന്നത്, അദ്ദേഹം പറയുന്നതാണ്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന ആഡംബര വീടുകൾ, ഭവനങ്ങൾ, സൗധങ്ങൾ നമ്മുടെ നാട്ടിൽ ഒത്തിരിയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ഡെഡ് മണിയായിട്ട് വെച്ചിട്ടേക്കുകയാണ്. അങ്ങനെ ഒരു 5 ലക്ഷത്തോളം വീടുകളെങ്കിലും കേരളത്തിലുടനീളം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേവലം ഒരു 1000 രൂപ വീതമെങ്കിലും ഈ വീടുകൾക്ക് വാർഷിക നികുതി ഏർപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്ര കോടി ലക്ഷം രൂപ വരും. പക്ഷേ ആ സമ്പന്നവർഗം അതിനനുവദിച്ചില്ല. മറുപടി പ്രസംഗത്തിൽ നിർദ്ദേശം ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചെങ്കിലും KN ബാലഗോപാലിന് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. അത്രയ്ക്ക് റാഡിക്കലായിട്ടുള്ള കാര്യം പറയുന്ന ഒരാളാണ് ശ്രീ പ്രൊഫസർ MM നാരായണൻ മാഷ്. അദ്ദേഹത്തെപ്പോലുള്ള ആളുകളാണ് അവിടെ വന്ന് സംസാരിക്കേണ്ടത്, ഈ ശ്യാംകുമാറിനെ പ്രതിരോധിക്കേണ്ടത്. അത് ചെയ്തില്ലല്ലോ. അത് ചെയ്യാതെ വിയപുരം എന്ന് പറയുന്ന പ്രദേശത്ത്, ഹരിപ്പാട്ടിനടുത്തുള്ള വിയപുരത്ത് അവിടുത്തെ ചാരമ്മൂട്ടിലുള്ള നേതാവ് തന്നെ പ്രസംഗിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് CPM എത്തിയെങ്കിൽ പട്ടികജാതിക്കാരനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല, പട്ടികജാതിക്കാർ തന്നെ സംരക്ഷിച്ചോളൂ എന്നുള്ളതല്ലതൊക്കെയാണ് അങ്ങനെ ചെയ്തത്. വളരെ കഷ്ടം, വിചിത്രമെന്ന് തോന്നിയ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മിസ്റ്റർ ശ്യാംകുമാർ, TS ശ്യാംകുമാർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ സഖാക്കൾ എന്നോടൊപ്പം. ഇദ്ദേഹം ഏതെങ്കിലും മുൻകാല സഖാവോ അല്ലെങ്കിൽ ഇപ്പോൾ സഖാവോ ഒന്നും അല്ലല്ലോ. ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നതും സഖാക്കളല്ലല്ലോ. ഇദ്ദേഹം അംബേദ്കറേറ്റ് തോട്ടിലൂടെ പദ്ധതിയിൽ ആകൃഷ്ടനായി അതിനനുസരിച്ച് പ്രവർത്തിച്ചു വളർന്നു വന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനാ കാലത്തും അധ്യാപന ഇപ്പോഴത്തെ കാലത്തുമെല്ലാം അദ്ദേഹം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ വളർത്തി എടുത്തതും സംരക്ഷിച്ചു നിർത്തുന്നതും ഇവിടുത്തെ ദലിത് പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും തന്നെയാണ്. പക്ഷേ സംഘപരിവാറിനെ വെട്ടാനുള്ള കോടാലിയായിട്ട് CPM ശ്യാംകുമാറിനെ ഉപയോഗിക്കുന്നു, വേടനെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേടനെയും ശ്യാംകുമാറിനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഫേസ്ബുക്കിൽ ഇട്ട് ശ്യാംകുമാർ പറഞ്ഞത്, ഞങ്ങൾ തുടരും എന്ന് പറയുന്നത്. അതൊക്കെ തുടരണം. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വിമോചന പോരാട്ടത്തിന്, അടിമവർഗത്തിൻ്റെ വിമോചന പോരാട്ടത്തിന് ഇവരുടെ ഒരുമയും കൂട്ടായ്മയും തുടർച്ചയും ആവശ്യമാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ 2 ഇരട്ടത്താപ്പ് പാടില്ല. അവിടെ യഥാർത്ഥത്തിൽ ശ്യാംകുമാറിനെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘവും അല്ലെങ്കിൽ CPM നേരിട്ടും ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ്. സംഘപരിവാരങ്ങൾ നേരിട്ട് വീട്ടുമുറ്റത്ത് വരെ എത്തിയെങ്കിൽ തീർച്ചയായും അത് R. നാസർ, CPMൻ്റെ ജില്ലാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെയുള്ളവർ പോയി പങ്കെടുത്ത് ചേരേണ്ടതെന്ന ഒരു പ്രതിഷേധ യോഗമാണ് കേവലം PKS എന്ന് പറയുന്ന പട്ടികജാതി ക്ഷേമ സമിതിയെ കൊണ്ട് ആ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യിച്ചതും അതുവഴി CPMൻ്റെ ഇന്നത്തെ കാലത്തെ ആ ഒരു ഇരട്ടത്താപ്പ്, ആ ഒരു സങ്കുചിത മനോഭാവം ഇപ്പോഴും അവരുടെ ഇടയിൽ ആ മൈൻഡ് സെറ്റിലുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇത്. മിസ്റ്റർ ശ്യാംകുമാറിന് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എൻ്റെ സഖാക്കൾ എന്നോടൊപ്പം എന്നും പറഞ്ഞ് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം അത് പോസ്റ്റർ ഇടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നാലെ വന്ന കമൻറ്റുകളെല്ലാം നോക്കിയാൽ കാണാം,
ദലിത് സമൂഹവും ദലിത് നേതാക്കന്മാരുമാണ് സണ്ണി എം കപ്പിക്കാട്, അംബുജാക്ഷൻ, അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരൊക്കെയാണ് ഇദ്ദേഹത്തിന് അനുകൂലമായി ഇന്നും പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ CPM കാണിച്ചത് ഒരു അനുചിതമായ മര്യാദഘട്ട സമീപനമായി പോയി. അവിടെയെങ്കിലും പുരോഗമനവും പറയുന്ന ഈ കലാസാഹിത്യ സംഘം അവിടെ നിന്ന് എത്തണമായിരുന്നു. അവരുടെ ബാനറൊന്ന് ഉയർത്തിപ്പിടിക്കണമായിരുന്നു. അവരുടെ പ്രതിഷേധമൊന്ന് കാണിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.